പെട്ടെന്ന് എന്തെങ്കിലും ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് നൂലൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കായിരിക്കും ദാ ഇങ്ങനെ വരുന്നത്. ഒന്നെങ്കിൽ നൂലിങ്ങനെ കുരുങ്ങി വരും, അല്ലെങ്കിൽ നൂല് പൊട്ടി പൊട്ടിപ്പോവും. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ബോബിൻ കേസിലോട്ട് ഈ ബോബിൻ ഇങ്ങനെ ഇട്ട് നൂല് നമ്മൾ വലിച്ചെടുക്കുമല്ലോ, അത് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ക്ലോക്ക് വൈസിലാണ് നമ്മളിങ്ങനെ നൂല് വലിച്ചെടുക്കുമ്പോൾ കറങ്ങേണ്ടത്. ഇപ്പം ഞാനിത് നോക്കിയപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇതിപ്പോൾ കറങ്ങിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ദാ ഇപ്പോൾ ഇത് കറങ്ങുന്നത് ക്ലോക്ക് വൈസിലാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഇങ്ങനെയാണ് ശരിയായിട്ട് നമ്മൾ നൂല് ഈ ബോബിൻ കേസിലോട്ട് ഇടേണ്ടത്. എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ നൂല് പൊട്ടിപ്പോകുന്നു, സ്റ്റിച്ച് ശരിയാകുന്നില്ല എന്നൊക്കെ. പിന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഷോപ്പിലൊക്കെ ചെന്ന് നൂല് വാങ്ങുമ്പോഴത്തേക്കും നല്ല നൂല് നോക്കി വാങ്ങാൻ നോക്കുക. കാരണം കടയിലൊക്കെ കട്ടി കുറഞ്ഞ നൂലൊക്കെ കാണും. അതൊക്കെ എടുത്ത് നമ്മൾ പവർ മെഷീനിലിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ആ നീഡിൽ പ്ലേറ്റ് ഒന്ന് അഴിച്ച് അതിൻ്റെ അകത്തുള്ള നൂല് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെ ഒരുപാട് അഴുക്കൊക്കെ ഇരുന്നാലും നൂല് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്.